ഹായ് കൂട്ടുകാരൻ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് കുറേ വിളവെടുപ്പാട്ടോ. വിളവെടുപ്പ് എൻ്റേത് കാണണമെന്ന്, എൻ്റേത് വിളവെടുപ്പ് കാണാൻ നോക്കി നിൽക്കുന്നവർ കുറേ പേരുണ്ട് എന്നുള്ളത് എനിക്കറിയാം. കാരണം ഞാൻ നടിയിൽ കാണിക്കൂ, അപ്പം പറയും ഒന്ന് വിളവെടുപ്പ് കാണിക്കണം എന്നുള്ളത്. വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിന് വല്ലാത്തൊരു സുഖവും ഒരു ആനന്ദവും തരുന്ന ഒന്നാണ്. പിന്നെയെന്ന് പറഞ്ഞാലും മരുന്നടിക്കാത്ത നല്ല പച്ചക്കറിയാണല്ലോ. അപ്പം ഞാൻ ഇന്ന് ഞാൻ മൊത്തത്തിൽ ഞാൻ വിളവെടുക്കുന്നില്ല കേട്ടോ, കുറച്ച് എടുക്കുന്നുള്ളൂ, എൻ്റെ ആവശ്യത്തിനുള്ളത് മാത്രം. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ടോ, എൻ്റെ തക്കാളി എല്ലാം ഞങ്ങളെ കാണിക്കും. എന്നാൽ വരി നമുക്ക് വിളവെടുക്കാമല്ലോ. എൻ്റെ നിത്യവഴുതന കായ്ച്ചത് നോക്ക്, ഇലല്ലാണ്ട് കായ്ച്ചിട്ടുണ്ട്. ഇതൊക്കെ മൂത്ത് പോയി, ഇതട നിന്നോട്ടെ. ഞാൻ മൂപ്പ് കുറഞ്ഞതപ്പം വിളവെടുത്തത്. മൂപ്പ് എത്തിയാൽ നോക്ക് ഇങ്ങനെ ഉണ്ടാവും. ഇതാ ഞാൻ അതിൻ്റെ വിത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് മൂപ്പെത്തിയത്, എൻ്റെ വിത്ത് കാണിച്ചു തരാം. ഇങ്ങനെ വിളവെടുത്തു, ഇതാ കണ്ടോ, അടിപൊളി വിത്താ. ഇതാ ഈ വിത്ത. അപ്പം അത് മൊത്തം ഞാൻ വിത്താക്കുക. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. നിത്യവഴുതന കാണാത്തവർ കുറേ പേരുണ്ട്. ഇതാ പിന്നെ ഇത് കാണിച്ചപ്പോൾ ഒരാളെന്നോട് പറഞ്ഞ് ഈ കുമില് മൊട്ടിട്ടില്ലേ, ശരിക്കും അതന്നെയാ. അത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാ വന്നത്. ഇതാ നിത്യവഴുതന മൂത്ത് പോയാലുണ്ടല്ലോ ഒന്നിനും പറ്റൂല, വേഗം വിളവെടുക്കണം. അപ്പം ദിവസേന വിളവെടുക്കാനുണ്ടാവുക. ഈ നടുന്ന ഭ്രാന്ത് കൊണ്ട് കുറേ അങ്ങ് നട്ടും ചെയ്ത്. അതൊക്കെ നിത്യവഴുതന മൂപ്പ് എത്താത്തതാ. എത്തിയാൽ ഇതിനൊരു കറുപ്പ് കളറാ. ഇതൊക്കെ മൂപ്പെത്തിയതാ. അപ്പം നമുക്ക് തോരന് പറ്റൂല, ടേസ്റ്റ് പോവും. പൊട്ടിക്കുമ്പോൾ തന്നെ തിരിയൂ, വേഗം കിട്ടും മൂപ്പെത്താത്ത്. എന്താ ഒന്നും കൂടി വലിപ്പം വെക്കൂ, അപ്പത്തിലേക്ക് മൂത്തും പോവുക. പിന്നെ എന്താ ചെയ്യുക, അപ്പം ചെറുപ്പം തന്നെ അങ്ങ് പറിച്ചളിയുക. ഇതാ അവിടെ ഒക്കെ ഉണ്ട്, എല്ലാ സ്ഥലത്തും. ഇതിന് വള്ളിയാ, നല്ല വള്ളി പോവാനുള്ള സ്ഥലം കണ്ടെത്തിയാൽ മതി. ഇതങ്ങനെ അത്ര വളമൊന്നും ചെയ്തോളൊന്നുമില്ല. നന്നായിട്ട് അങ്ങ് കയറിപ്പോയാൽ വെയിലും തട്ടിയാൽ നല്ലോണം ഉണ്ടാവും. എല്ലാ പൂവും കായായി മാറുന്നുണ്ട്. അങ്ങനൊന്നും കേടൊന്നും വന്നിയില്ല ഇതുവരെ. മരുന്നടിക്കേണ്ട ആവശ്യമൊന്നും വന്നിയില്ല, അത്രേ പറയുള്ളൂ. പേടിയാ, പറഞ്ഞത്തിലേക്ക് രോഗം വന്നിടും. ഇതുവരെ വന്നില്ല. കണ്ടോ, ഒരു തോരന് മതിയല്ലോ, നമ്മളടുത്തുള്ളതല്ലേ. നമുക്കിങ്ങനെയൊക്കെ നട്ടുപിടിപ്പിച്ചാൽ വിഷരഹിത പച്ചക്കറി ഇഷ്ടം പോലെ കിട്ടും. തപ്പി പിടിക്കണം, ഇതിൻ്റെ ഉള്ളിലാണ്. എന്താ കണ്ടില്ലേ, ഒരു തോരനെ ഇപ്പം വിളവെടുക്കുന്നുള്ളൂ. അങ്ങോട്ടുള്ളു. അടുത്തത് വഴുതിന വിളവെടുപ്പാ. എന്താ വഴുതിന ഈ പറഞ്ഞ പോലെ തന്നെ മൂത്ത് പോയാൽ പറ്റൂല. ഒക്കെ സമയത്തിന് വിളവെടുത്ത് പോകണം. എന്നാൽ തന്നെ ചെടിക്കും നല്ലത്. നമുക്കാണെങ്കിൽ നല്ല തോരൻ വെക്കുകയും ചെയ്യാം. ചെടിക്ക് നമ്മൾ പറിച്ചൊഴിച്ചു കൊടുക്കണം. ഇതൊക്കെ എൻ്റെ കരിയിലെൻ്റെ പവറാ. ഇതാ ഇവിടുത്തെ കണ്ടല്ല, സൂപ്പറാ, നല്ല അടിപൊളിയാ. എന്തൊരു വലിപ്പാ കണ്ടോ. വഴുതിന കാബേജ് ഉണ്ട്. കാബേജ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ടാണ് വിളവെടുക്കുന്നത്. ഞാൻ കൃഷിയൊക്കെ എടുക്കെങ്കിലും കൂടിയിട്ട് കുനിഞ്ഞ് പണിയെടുക്കാനാവൂല. അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു സ്റ്റൂളുമ വെക്കട്ടെ, എന്നിട്ട് വിളവെടുക്കാന്നുള്ളത്. വിളവെടുക്കാൻ പോകുന്നു. എനിക്ക് കാബേജ് വീറുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ലേ, ഇതെനിക്ക് 2 ഉപ്പേരിക്ക് 3 ഉപ്പേരിക്ക് ഉണ്ട്. ഇത് മഴക്കാലത്ത് ഉണ്ടായതാണ്, അതുകൊണ്ട് ഇങ്ങനെ 10 കിലോനൊക്കെ ഇനി കിട്ടാറുണ്ട്. ഇതൊക്കെ തോരൻ വെക്കട്ടോ, പിന്നെ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട്. പിന്നെ ഞാൻ പ്രത്യേകമായിട്ട് പറയണത് എന്താ അറിയുമോ, നമ്മൾ കാബേജ് ഇപ്പം വിളവെടുത്തു. ഇനി ഇത് നമുക്ക് വലിച്ച് ചാടരുത് കേട്ടോ. ഈ തണ്ടില്ലേ, ഈ തണ്ട് ഇവിടെ നിന്നോട്ടെ. ഈ തണ്ട് ഇവിടെ നിന്നാൽ ഇഷ്ടം പോലെ തൈകൾ ഇതിൽ നിന്ന് മുളച്ച് വരും. നമ്മളെന്തിനാ ഈ പൈസ കൊടുത്ത് തൈയൊക്കെ വാങ്ങുന്നത്?
നഴ്സറിയിൽ പോയി ഒന്നും വേണ്ട, കരുത്തുള്ള തൈ ഇതിൽ നിന്ന് മുളച്ചുണ്ടായിട്ട് നമുക്കത് നട്ടാൽ മതി. ഇതൊക്കെ വളമായിക്കോട്ടെ. ഇത് നല്ല. ഇനി പച്ചച്ചീര. പച്ചച്ചീര എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമല്ലേ. വേഗം ഉണ്ടാവും. നനസം കൊടുത്താൽ ഉണ്ടാവും ഒരു ഉണ്ടാവൽ. സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ കവറിലൊക്കെ നട്ടത്. പച്ചച്ചീര ഇതെന്താ അറിയോ, ഇതെൻ്റെ പൊന്നാങ്കണ്ണിയാണ്. ഇതൊക്കെ എൻ്റെ പൊന്നാങ്കണ്ണി. ഇത് അവിടെ ഒക്കെ ഇതാ. ഇതൊക്കെ കുപ്പിയിൽ നട്ടുണ്ട അടിപൊളിയായിട്ടുണ്ടായിന് കണ്ടോ. പൊന്നാങ്കണ്ണി അതിപ്പം വിളവെടുക്കുന്നില്ല, കാരണം ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് വിളവെടുത്ത് കഴിഞ്ഞാൽ ഒക്കെ വാടിപ്പോയി. നമ്മൾ കണ്ടോ, അതൊക്കെ ഞാൻ എന്തിനാ എങ്ങനെ ഉണ്ടാക്കിയെന്നറിയോ. ഈ പൊന്നാങ്കണ്ണി ചീരക്കൊരു പ്രത്യേകത, നിലത്തൂടെ എങ്ങനെ അങ്ങ് എഞ്ഞു പോക്കാം. അപ്പം നമുക്ക് എന്തെങ്കിലും ജീവികൾ ഇതിലൂടെ മൂത്രമൊഴിച്ചോ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ആക്കി നമ്മൾ റാഹത്തിൽ കട്ട് ചെയ്ത് നമുക്ക് തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാക്കിയത്. പിന്നെ ഞാൻ ഇവിടെ ഒരു സൂത്രം കാണിച്ചു തരാം. ഇത് നോക്ക്. ഇത് എനിക്ക് ആസാമീസ് തന്നതാണ്. ഞങ്ങളെ വാടക വീട്ടിലുള്ളവർ അവർ സ്നേഹത്തോടു കൂടി തന്നതാട്ടോ. അവരെന്നോട് പറഞ്ഞ ചൈനീസ് ക്യാബേജ് എന്നിട്ട് ഞാൻ ഭയങ്കര വളർച്ച. ഈ വളർച്ച എന്നെ ഞെട്ടിച്ച്. കരിയില കമ്പോസ്റ്റിന് ഒരു പവറേ. എന്നിട്ട് ഇത് എല്ലാവരും പറഞ്ഞു, ഞാൻ യൂട്യൂബിലിട്ടപ്പോൾ ഇത് കടുകാണ്, മഞ്ഞപ്പൂ വരുമെന്ന്. ഇതാ മഞ്ഞപ്പൂവൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഇല എന്തിനെങ്കിലും പറ്റുമോ ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്ത് നല്ല വീതി വെച്ച ഇല. ഇതവിടെ ഇതാവുന്നു ഉഷാറുണ്ടാകുന്നു, അതുപോലെ ഇതാവുന്നു ഉഷാറിലുണ്ടാകുന്നു. അപ്പം അതിനെപ്പറ്റി എനിക്ക് അറിയുന്നില്ല. മുളകാ. അടുത്തത് പച്ചമുളക്. ഞാൻ എൻ്റെ വിളവെടുപ്പ് കാണിക്കുമ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു പച്ചമുളകും കൂടി വേണ്ടിയിരുന്നു അതിൽ നിന്നുള്ളത്. പച്ചമുളക്. ഇതെല്ലാം എൻ്റെ തക്കാളി പഴുത്തത് നോക്ക്. എന്താ പഴുപ്പ്. കാക്കച്ചി ഒന്നും കൊത്തിക്കൊണ്ടുപോയില്ല കേട്ടോ. കുരങ്ങന്മാർ വന്നില്ല. മാഷാ അല്ലാഹ് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ കുറേ തക്കാളി ഉള്ളത് കൊണ്ട് നമുക്ക് ഒന്നായിട്ട് വിളവെടുക്കാനാവൂല. അത് ആവശ്യമുള്ളതല്ലേ വിളവെടുക്കാൻ കഴിയുള്ളൂ. ഇതിപ്പം പറിച്ച് തീരാനായി. വള്ളിയൊക്കെ കഴിഞ്ഞു. വള്ളിയല്ല ഇതിൻ്റെ. കണ്ടോ, എനിക്കുണ്ടല്ലോ തക്കാളി പറിക്കാൻ വേണ്ടിയിട്ട് വിളവെടുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു കൊട്ട റെഡിയാക്കി തന്ന ആരാന്നറിയോ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരാൾ എനിക്ക് പൂളപ്പോയിലുള്ള കുഞ്ഞുമ്മച്ചി, ഞാൻ കുഞ്ഞുമൂന്നൊക്കെ വിളിക്കൽ. ഇതാ നല്ലൊന്ന് ഉണ്ടാക്കി തന്നിന്. അടിപൊളി. ആൾ ഭയങ്കര മിടുക്കിയ. എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കി തന്ന്. ഞാനിങ്ങനെ പ്ലേറ്റിലൊക്കെ വിളവെടുക്കുന്നത് കണ്ടിട്ടേ എനിക്ക് ഉണ്ടാക്കി തന്നതാ. നന്നായിട്ടുണ്ട് കേട്ടോ കുഞ്ഞുമ്മോ, താങ്ക്സ്. നല്ല ഉഷാറുണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ വിളവെടുക്കാൻ. ഇതിൻ്റെ കളറ് നോക്ക്. ഈ തക്കാളി പഴുത്തതിൻ്റെ കളറ്. തക്കാളിക്ക് ഇപ്പം പൊള്ളുന്ന വില. ആ സമയത്താണ് ഞാനിങ്ങനെ വിളവെടുക്കുന്നത്. വിളവെടുത്ത് ഈ സൈഡിലെത്തി. കണ്ടോ, എന്നാലും പച്ച ഉണ്ടാകുന്നുണ്ട്, പൂവിടുന്നുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് കുറച്ച് തക്കാളി നട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വിളവെടുത്തുകൊണ്ട് ഇപ്പം വേറെ നമ്മൾ നട്ട് പിടിപ്പിക്കണം. എന്നാൽ അത് തീരുമ്പോൾ വേറെ ഉണ്ടാവും. കുറേ ഐഡിയപരമായിട്ട് നീങ്ങണം. എന്നാൽ നമുക്ക് വിഷരഹിത പച്ചക്കറികൾ നമ്മളെ കുട്ടികളെ തീറ്റിക്കുക. ഇതുകൊണ്ട് ജ്യൂസ് അടിക്കുക. കാരണം ഇതിലൊന്നും രാസവളമോ അല്ലെങ്കിൽ കീടനാശിനി ഒന്നും ചേർത്തില്ലല്ലോ. വെറും കരിയില കമ്പോസ്റ്റ് ഒക്കെ അല്ലേ ഇട്ടത്. എൻ്റെ കൈ വേദനിക്കുന്നു കേട്ടോ അത് പിടിച്ചിട്ട്. അപ്പം അത് കുറച്ചധികം തൂക്കമുണ്ട്. എൻ്റെ ഭംഗിയാണ് എന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി വിളവെടുക്കുന്നത്. നല്ലൊരു ഭംഗിയാണ്. കണ്ടോ, എന്താ അതിൻ്റെ സൂപ്പർ. ഞാനിങ്ങനെ കാണിക്കുന്നത് എന്താ അറിയോ, തക്കാളിയൊക്കെ എല്ലാവരും നട്ട് പിടിപ്പിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതൊക്കെ അധ്വാനമില്ലാത്തൊരു പണിയാണ്. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ തക്കാളി തൈ ഇല്ലെങ്കിൽ നിങ്ങൾ നഴ്സറി പോയിക്കോളി. നഴ്സറി പോയിട്ട് തൈ വാങ്ങി അങ്ങ് നട്ടാൽ മതി. ഒരു കൊട്ട, നല്ല മൊഞ്ചുള്ള കൊട്ടയും ഒക്കെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാ. എൻ്റെ കർമൂസ് നോക്ക്. ഞാൻ കർമൂസിൻ്റെ നട്ട് പിടിപ്പിക്കുക. ഈ കർമൂസില്ലേ കൂടുതൽ മഴ കിട്ടിയാൽ ചീഞ്ഞു പോകുക. അങ്ങനെ എൻ്റെ കുറേ ചീഞ്ഞു പോയി. പക്ഷെ ഞാൻ തോൽക്കാൻ തയ്യാറല്ല. ഞാൻ കുറേ തൈകൾ അങ്ങ് വീണ്ടും വെച്ച് പിടിപ്പിച്ചു. ഇതുവരെ പ്രശ്നങ്ങളില്ല, കേടൊന്നും വന്നില്ല. മാഷാ അല്ലാഹ് ഉഷാറിലുണ്ട്. കണ്ടോ, നിറച്ച് കായ്കളാണ്.
ഇതാ ഇത്ര കണ്ടോ, നല്ല ഉഷാറ്. കർമൂസ് ഭയങ്കര ടേസ്റ്റാണല്ലോ. ഇനി വിളവെടുക്കുന്നത് നല്ലൊരു കൊല. ഇതാ കാണിച്ചു തരാം. ഇങ്ങനെ താഴോട്ടും ഒടിഞ്ഞു പോയി. അതുകൊണ്ട് സുഖ ഈ ചെറിയ കത്തി മതി. ഇത് ശ്രദ്ധിക്കണം മേലായാലേ. ഇതാ കണ്ടില്ലേ, ഇത് പഴങ്ങളെ കൂട്ടത്തിൽ ബെസ്റ്റാ. ഇതാണ് നല്ല ടേസ്റ്റുള്ളത്. ഇതിനങ്ങനെ കേടൊന്നും വരൂല കേട്ടോ. നമുക്കിത് പോറ്റിണ്ടാക്കാം. എന്താ നിറച്ച് കന്നുണ്ട്. കന്നങ്ങ് പിരിച്ച് കുഴിച്ചിട്ടാൽ ഉഷാറാ. കണ്ടില്ലേ, അടിപൊളിയല്ലേ. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് പറയാനാവും. ഇത് മൈസൂരല്ല, പൂവനല്ല. അടുത്ത ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറയണം കേട്ടോ. അറിയുന്നവർ വിളവെടുക്കട്ടെ. ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ കത്തി പറ്റുന്നതല്ല. എന്തോ എന്താ ഞാൻ കൊണ്ടുവന്ന കത്തി പറ്റിയോ എന്തെങ്കിലും? എന്താ അടിപൊളി. അടിപൊളി എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതൊന്നും വലിയ അധ്വാനമൊന്നും നമ്മൾ നട്ടിട്ടേ ഉള്ളൂ. ഒന്നും വളം ചെയ്തിട്ടും ഒന്നുമില്ല. നമുക്ക് കുറേ ദിവസത്തിനുണ്ട് ഇത്. പിന്നെ ഇതിൻ്റെ കാമ്പില്ലേ, അടിപൊളിയാണ് തോരൻ വെക്കാൻ. ഈ കാമ്പ് ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞ് ഇത് മാങ്ങ ഉപ്പിലിടും പോലെ ഉപ്പിലിട്ട് വെക്കാൻ പോലും ചെറുതാക്കി അരിഞ്ഞിട്ട് പച്ചമുളക് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് പച്ചയെ തന്നെ നല്ല ടേസ്റ്റാണ്. നല്ലൊരു മരുന്നല്ലേ. വയറ് സംബന്ധമായ അസുഖമൊക്കെ പമ്പ കിടക്കും ഇതിൻ്റെ. അത് ഞാൻ ഇപ്പം എടുക്കുന്നില്ല, അത് പിന്നെ എടുക്കുന്നുള്ളൂ. ഈ കപ്പ വിളവെടുക്കാൻ വന്നതല്ല, പക്ഷെ കണ്ടിട്ട് നന്നായിട്ട് ഉണ്ട് തോന്നുന്നു. ഇങ്ങനെ പൊട്ടി കീറിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് എലി മാന്തിയതാണ്. മാന്തിയതല്ല കേട്ടോ, അത് പൊട്ടി കീറിയതാ. എന്താ വിളവെടുക്കാനായും തോന്നുന്നു. ഇന്നേതായാലും എടുക്കുന്നില്ല. ഇതിൽ തന്നെ എൻ്റെ പ്രധാനപ്പെട്ട തക്കാളി. എന്താ അടിപൊളി. അടുത്തത് നല്ല അടിപൊളി കുല, നല്ല മൂപ്പെത്തിയ നിത്യവഴുതന. പച്ചച്ചീര, കാബേജ്, വഴുതന, പച്ചമുളക്. പച്ചമുളക് ഞാൻ കുറച്ചേ വിളവെടുത്തുള്ളൂ. ഞാൻ അപ്പുറത്തൊന്നും പറിക്കാൻ പോയിട്ടില്ല, വെറുതെ വാടണ്ടല്ലോ അത് വിചാരിച്ചിട്ടാ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിളവെടുപ്പ് കണ്ടല്ലോ. എനിക്ക് വിളവെടുപ്പ് നിങ്ങളെ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വിളവെടുപ്പ് നോക്കി നിൽക്കുന്നവരുണ്ട്, അവരെന്നോട് പറയാറുണ്ട് എനിക്ക് നിങ്ങളെ വിളവെടുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, എൻ്റെ കരിയില കമ്പോസ്റ്റിൻ്റെ പവറായി കാണുന്നത് മുഴുവനും. ഈ ചീരയൊക്കെ നട്ടിട്ടേ ഉള്ളൂ, എത്ര പെട്ടെന്നാണ് വിളവെടുത്ത്. കാബേജ് പിന്നെ നിങ്ങൾ നോക്കണ്ട, എന്നാലും എനിക്കൊരു 2 ഉപ്പേരിക്ക് ഇതുണ്ട്. പക്ഷേ നമ്മൾ നട്ടുണ്ടാക്കിയ കാബേജ് ഇല്ലേ, അതിൻ്റെ തോരനൊരു പ്രത്യേക ടേസ്റ്റാണ്. വാങ്ങുന്ന കാബേജ് പോലെ അല്ല. ഞാനത് അത്ഭുതപ്പെട്ടിട്ടോ ആ ടേസ്റ്റ് അറിഞ്ഞു നോക്കുമ്പോൾ. തക്കാളി പിന്നെ എൻ്റെ അടിപൊളി എന്ന് പറഞ്ഞാൽ തക്കാളിൻ്റെ പറയാതിരിക്കാൻ പറ്റില്ല. എന്തൊരു രസമാണ് കാണാനില്ലേ, കാട്ട ചോപ്പിൽ. ഇനി വിളവെടുക്കാൻ എനിക്ക് വേറെ സ്ഥലത്തുണ്ട്, ഞാനിപ്പം വിളവ് അവിടുത്തെ എടുത്തുള്ളൂ. പിന്നെ എൻ്റെ വഴുതിന കണ്ടോ, നീളം വഴുതിന, പച്ചമുളക്, നിത്യവഴുതിന. എന്നോട് ഒരാൾ പറഞ്ഞത് പിന്നെ കുമിലിങ്ങനെ മൊട്ട് കുമിലുണ്ടാവും എങ്ങനെ, അതുപോലെ ഉണ്ട് എന്ന്. സത്യം പിന്നെ മനസ്സിലാക്കി, ശരിയാട്ടോ അങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എൻ്റെ വിളവെടുപ്പ് അടിപൊളി വിളവെടുപ്പ് നിങ്ങളെ കാണിച്ചു തന്നു. ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.